നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. തൃത്താല മണ്ഡലത്തിൽ 51 മിച്ചഭൂമി പട്ടയങ്ങൾ ഉൾപ്പെടെ 194 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഡിജിറ്റൽ സർവേ ഇതുവരെ 8.4 ലക്ഷം ഹെക്ടറിൽ അളവ് പൂർത്തിയാക്കി. തൃത്താല പരുതൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. നദീതീര സംരക്ഷണവും പരിപാലനവും മേഖലാ സെമിനാർ ഈ മാസം 29-ന് തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണവും നാഗലശ്ശേരി പഞ്ചായത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല മണ്ഡലത്തിൽ 51 മിച്ചഭൂമി പട്ടയങ്ങൾ ഉൾപ്പെടെ 194 പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്തത്. 4.5 വർഷത്തിനിടെ മണ്ഡലത്തിൽ ആകെ 2764 കുടുംബങ്ങളാണ് ഭൂമിയുടെ അവകാശികളായത്. പല്ലേരി ശശികുമാർ എന്ന വ്യക്തി സൗജന്യമായി നൽകിയ 6.5 സെന്റ് സ്ഥലത്ത് SSA-SCI ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചെലവിലാണ് ആധുനിക സൗകര്യത്തോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഡിജിറ്റൽ സർവേ ഇതുവരെ 8.25 ലക്ഷം ഹെക്ടറിൽ അളവ് പൂർത്തിയായി. സംസ്ഥാനത്ത് നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേയിൽ ഇതുവരെ 8.25 ലക്ഷം ഹെക്ടറിൽ അളവ് പൂർത്തിയായി. സർവേ നടപടികൾ പൂർത്തിയായ 1-ാം ഘട്ടത്തിലെയും നിലവിൽ സർവേ നടന്നുവരുന്ന 2ഉം 3ഉം ഘട്ടങ്ങളിലെയും ഉൾപ്പെടെ ഇതുവരെ 60.39 ലക്ഷം ലാൻഡ് പാഴ്സലുകളിലാണ് അളവ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ സർവേ പൂർത്തിയായ 342 വില്ലേജുകളിൽ സർവേ അതിരടയാള നിയമത്തിലെ 9(2) വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 3 വില്ലേജുകളിൽ 13 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 4 വില്ലേജുകളിൽ അടുത്ത ദിവസങ്ങളിൽ 13 വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. 190 വില്ലേജുകളിൽ ഫീൽഡ് സർവേ ജോലികൾ പുരോഗമിക്കുകയാണ്. തൃത്താല പരുതൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തൃത്താല നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയായ പരുതൂർ വില്ലേജ് ഓഫീസ് കെട്ടിടം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. റവന്യൂ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പരുതൂർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നദീതീര സംരക്ഷണവും പരിപാലനവും മേഖലാ സെമിനാർ ഈ മാസം 29-ന് തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കേരള നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലാ ശില്പശാല സെപ്റ്റംബർ 29 തിങ്കളാഴ്ച രാവിലെ 11-ന് തിരുവനന്തപുരം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം അധ്യക്ഷനാകും. ശില്പശാലയുടെ സാങ്കേതിക സെഷനിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി, ILDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനു S നായർ, സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. നദികളുടെയും നദീതീരങ്ങളുടെയും സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സെസ് മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ K സോമൻ ആമുഖ പ്രഭാഷണം നടത്തും. ശില്പശാലയിൽ നദീതീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി അംഗങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ സെഷനുകളിൽ ജലസേചന വകുപ്പ് PG സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ ലാൽ, എൻവയോൺമെന്റൽ റിസോഴ്സ് റിസർച്ച് സെന്റർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ PK ഷാജി, CET ജിയോളജി പ്രൊഫസർ ഡോക്ടർ ബിജു ലോഞ്ചലോസ്, റിവർ മാനേജ്മെന്റ് സെന്റർ GIS സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷാജി ജെ തുടങ്ങിയവർ വിഷയം അവതരിപ്പിക്കും. പൊതുചർച്ചയിൽ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.